ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. 52 കോടി വിലയുള്ള ഒരു വാഴപ്പഴം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നില്ലേ? തീർച്ചയായിട്ടും സംഗതി സത്യമാണ്. 160 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ തന്നെ സിൽവർ ടേബിൾ പൊതിഞ്ഞതുമായ ഒരു വാഴപ്പഴം ആദ്യമായി മയോമി മേളയിൽ 2019 ഇത് പ്രദർശനത്തിനെത്തുന്നത്. ഇതിൻ്റെ മുന്നേ 2 പ്രാവശ്യം ഇത് ലേലത്തിൽ പോയെങ്കിലും ഇപ്പോൾ സ്വപ്നതുല്യമായ ഒരു തുകയ്ക്ക് ചൈനീസ് സംരംഭകനായ ജസ്റ്റിൻസൺ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ലേലത്തിൽ പിടിച്ചിരിക്കുകയാണ്. 52 കോടി രൂപയ്ക്ക് ഒരു ഉശിരൻ വാഴപ്പഴം. ആദ്യമായി നമുക്ക് ആ വാഴപ്പഴത്തിനെ കുറിച്ചുള്ള At the end of the global tour, it's slipping through the auction room of 5 million too, and I'm going to sell it here. Fair warning, at $5,200,000. Jen, the Catalan is yours. Congratulations. Thank you very much indeed. It's paddle number 17. Thank you very much indeed. Congratulations. നമുക്കൊപ്പം ചേരുന്നുണ്ട് അക്ഷയ. ഇതെന്താണ് സംഭവം? 52 കോടി രൂപയോ ഒരു വാഴപ്പഴത്തിന്? അത് ആ പഴത്തിൻ്റെ മാത്രം വിലയല്ല. നമ്മൾ ബിനായിലയിലൊക്കെ ഇൻസ്റ്റലേഷനുകൾ കാണാറില്ലേ? അത്തരത്തിൽ മൗറീസിയോ കാറ്റ്ലിൻ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷനാണത്. ആ പഴം നമുക്ക് ഇഷ്ടാനുസരണം അവരുടെ പറയുന്ന ചില നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടൊക്കെ ഇരിക്കും, കാരണം അത് കഴിക്കേണ്ട സാധനമാണ്. പക്ഷേ ഇതിൻ്റെ വിലയാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇത് വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ അത് കഴിച്ചിട്ടുള്ളത് ജസ്റ്റിൻസൺ എന്ന് പറയുന്ന ചൈന സ്വദേശിയായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു സംരംഭകൻ കൂടിയാണ്. ഇത് ഒരുപാട് നിബന്ധനകളുണ്ട്. 2019 ആദ്യമായിട്ട് മയോമി മേളയിൽ ഇത് ലേലത്തിന് വെക്കുന്നത്. 160 സെൻറ്റിമീറ്റർ ഉയരത്തിൽ സിൽവർ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച ഒരു പഴം, അതിൻ്റെ ആധികാരികത തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും അതോടൊപ്പം അതിൻ്റെ പേറ്റൻ്റൊക്കെ സംബന്ധിക്കുന്ന ചില രേഖകളുമൊക്കെയാണ് ഈ ലേലം കിട്ടുന്ന ആൾക്ക് കൈമാറുന്നത്. അങ്ങനെ 2 തവണ ലേലത്തിൽ പോയിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷനാണ്. അതാണ് വീണ്ടും ഇങ്ങനെ ഒരു സ്വപ്നതുല്യമായിട്ടുള്ള തുകയ്ക്ക് ജസ്റ്റിൻ സ്വന്തമാക്കിയത്. ഇത് സ്വന്തമാക്കിയ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാനിത് ഉറപ്പായും കഴിക്കും, അതിനുവേണ്ടി തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ വില കേട്ട് പലതരത്തിലുള്ള തർക്കങ്ങളുണ്ടായി. ഇതിന് ഒരു പഴത്തിന് ഇത്രയൊക്കെ വിലയുണ്ടോ, എന്താ പണത്തിന് യാതൊരു വിലയുമില്ലേ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. പക്ഷേ അതൊരു കലാസൃഷ്ടിയാണ്, കലയ്ക്ക് വിലയിടാൻ കഴിയില്ല എന്നുള്ളതാണ് മറുഭാഗത്തിൻ്റെ വാദം. എന്തായാലും പഴം കഴിച്ചതോടുകൂടി ഈ വാദങ്ങളൊക്കെ അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇനിയും ഇതൊക്കെ പ്രദർശിപ്പിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് തന്നെയുണ്ട്. ആ പഴമല്ല, ആ ഒരു ഇൻസ്റ്റലേഷനാണ് ആ ഒരു വിലയെന്ന് പറയേണ്ടി വരും. ഏതായാലും അതിൻ്റെ കൈവശാവകാശം ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും ഇത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ കേട്ട് കാണും, 52 കോടി രൂപയ്ക്കാണ് ഒരു ചൈനീസ് സംരംഭകൻ ഈ വാഴപ്പഴം സ്വന്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, താൻ ഇത് സ്വന്തമാക്കിയത് വേറൊന്നിനും വേണ്ടിയല്ല, കഴിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന്. അദ്ദേഹം ആ ലേലത്തിൽ പിടിച്ച വസ്തു അദ്ദേഹം കഴിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം. നിങ്ങൾ ചിന്തിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഈ വാഴപ്പഴത്തിന് ഇത്രയും വലിയ ഒരു തുക എന്ന്. തീർച്ചയായിട്ടും ഒരു ഇറ്റാലിയൻ ആർട്ടിസ്റ്റ് രൂപകൽപ്പന ചെയ്ത ഒരു ഇൻസുലേഷൻ വർക്കാണിത്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വലിയ ഒരു ഇമേജും അതുപോലെ തന്നെ ഇത്രയും വലിയ ഒരു പൈസയും എല്ലാം കൊടുത്ത് ഈ സംരംഭകരും അതുപോലെ തന്നെ രേഖകളും എല്ലാം തന്നെ അവർ കൈമാറുന്നതാണ്. അതോടൊപ്പം തന്നെ ആദ്യമായി 2019 ഇത് മയോമി മേളയിൽ പ്രദർശനത്തിന് വെക്കുകയും അതിനുശേഷം 2 പ്രാവശ്യം ഇത് ലേലത്തിൽ പോവുകയും ചെയ്ത ഒരു വസ്തുവാണ്. അതിനുശേഷമാണ് ഇപ്പോൾ 3ാമതും ഈ പഴം ലേലത്തിന് വെക്കുന്നതും. അതുപോലെ തന്നെ നമ്മുടെ ചൈനീസ് സംരംഭകൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിവമായ പഴം സ്വപ്നതുല്യമായ വിലക്ക് തന്നെ അദ്ദേഹം വിളിച്ചെടുക്കുകയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ മുന്നിൽ സ്റ്റേജിൽ വെച്ച് തന്നെ അദ്ദേഹം ആ പഴം ഭക്ഷിക്കുന്നത് നിങ്ങൾക്ക് കാണാം. തീർച്ചയായിട്ടും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലോകം മുഴുവൻ ചർച്ച ചെയ്ത ഒരു ബനാനയാണിത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. തീർച്ചയായും ഇതുപോലെ നല്ല വെറൈറ്റിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുമായ ഒരു പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ നന്ദി, നമസ്കാരം.